ബിഗ് ബോസ് മലയാളം സീസൺ 7 എപ്പിസോഡ് പ്രൊമോയിലേക്കാണ് പോകുന്നത്. അങ്ങനെ ഏഷ്യാനെറ്റ് ബിഗ് ബോസ് മലയാളം സീസൺ 7 നിന്നും ഷാരിക KB എവിക്റ്റ് ആയിരിക്കുകയാണ്. ഒരുപക്ഷെ പ്രേക്ഷകരുടെ മനസ്സിൽ ഷാരിക KB എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ഓടി വരുന്നത് ഹോട്ട് സീറ്റ് എന്ന പദമായിരിക്കുമല്ലേ. കാരണം ഹോട്ട് സീറ്റ് എന്ന കസേരയിൽ ഇരുന്നുകൊണ്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു വ്യക്തിയെ ചുട്ടുപൊള്ളിക്കുന്ന ചോദ്യങ്ങൾ ചോദിച്ച് വീർപ്പ് മുട്ടിക്കുന്ന ഒരു ആങ്കറാണ് ഹോട്ട് സീറ്റ് ഷാരിക KB. അങ്ങനെയുള്ള ഷാരികയ്ക്ക് ബിഗ് ബോസ് വീട്ടിൽ പോയപ്പോൾ എന്താണ് സംഭവിച്ചത്? തനിക്ക് തൻ്റെ 100% ബിഗ് ബോസ് വീട്ടിൽ ഇറക്കാൻ സാധിച്ചില്ലേ എന്നൊരു സംശയം മാത്രമാണ് പ്രേക്ഷകർക്കും ചോദിക്കാനുള്ളത്. എന്തായാലും ഈ ഒരു എവിക്ഷനെ കുറിച്ച് പേഴ്സണലി എനിക്ക് പറയാനുള്ളത് ഇതൊരു അൺഫെയർ എവിക്ഷനായാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം മറ്റ് ചില കണ്ടസ്റ്റൻസിന്, നിലവിലുള്ള ബിഗ് ബോസ് വീട്ടിലെ മറ്റ് ചില കണ്ടസ്റ്റൻസിനെ അപേക്ഷിച്ച്, വാഴകളെ പോലെ നിൽക്കുന്ന, സേഫ് ഗെയിം കളിച്ച് നിൽക്കുന്ന ചില കണ്ടസ്റ്റൻസിനെ അപേക്ഷിച്ച് എന്തുകൊണ്ടും ക്വാളിറ്റിയുള്ള, അവിടെ നിൽക്കാൻ യോഗ്യതയുള്ളൊരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു ഷാരിക KB. കാരണം ഷാരികയ്ക്ക് അവിടെ പ്രത്യേകിച്ച് ഗെയിം പ്ലാനുകളോ സ്ട്രാറ്റജിയോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. കാരണം അവർ ഒരു ടാസ്ക് കിട്ടുന്ന സമയത്ത് അവർക്ക് സ്പോട്ടിൽ എന്ത് തോന്നുന്നു അത് അവരങ്ങോട്ട് ചെയ്യും. അല്ലാതെ ഒരു പ്രത്യേകതരം പ്ലാനുകളോ സ്ട്രാറ്റജിയോ ഒന്നും ഇല്ലാത്തത് കൊണ്ടും, ഗ്രൂപ്പായി നിൽക്കാൻ അറിയാത്തത് കൊണ്ടും, ഇൻഡിവിജ്വലായി നിൽക്കാൻ താല്പര്യം ഉള്ളത് കൊണ്ടുമാണ് ഇന്നിപ്പോൾ അവർ ബിഗ് ബോസ് മലയാളം സീസൺ 7 നിന്നും എവിക്റ്റ് ആക്കപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ അവിടെ നിൽക്കുന്ന ചില വാഴകളെ പോലെ നിൽക്കുന്ന മറ്റു പല കണ്ടസ്റ്റൻസുമുണ്ട്. യാതൊന്നും പറയാതെ, ഒന്നിലും അഭിപ്രായം പറയാതെ, ശൈത്യ, രേണു സുധി, റെന ഫാത്തിമ, അങ്ങനെയുള്ള ചിലരെയൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് 100% ക്വാളിറ്റിയുള്ളൊരു കണ്ടസ്റ്റൻ്റ് തന്നെ ആയിരുന്നു ഷാരിക KB. കാരണം അവർക്ക് ഗെയിം പ്ലാനുകൾ വലുതായി ഇല്ലെങ്കിലും മുഖം നോക്കാതെ പ്രതികരിക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു ഷാരിക. നിലപാടുകൾ അതെന്തു തന്നെ ആയിക്കോട്ടെ, ആരോടും എവിടെയും പറയേണ്ട സമയത്ത് വ്യക്തമായ നിലപാടുകൾ വ്യക്തമാക്കുന്ന, ആരെയും ഭയക്കാതെ മുഖം നോക്കി പ്രതികരിക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റ് തന്നെയായിരുന്നു ഷാരിക KB. മറ്റൊന്ന്, ഷാരിക KBയുടെ കാഴ്ചപ്പാടുകളും ചിന്താഗതികളുമൊക്കെ വളരെയധികം ഉയർന്ന നിലവാരത്തിലുള്ളതായിരുന്നു. ആ നിലവാരത്തിനൊത്ത് മലയാളി പ്രേക്ഷകർക്ക് എത്താൻ സാധിച്ചിട്ടില്ല എന്നതും ഷാരിക എവിക്റ്റ് ആവാനുള്ള പ്രധാന റീസണായി ഞാൻ കരുതുന്നു. അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷക വിധി പ്രകാരം എന്ന് ലാലേട്ടൻ പറയുന്നതും. ഷാരിക KB എന്ന വ്യക്തി ബിഗ് ബോസ് വീട്ടിന് പുറത്ത് അത്രയും കർക്കശക്കാരിയായ, അല്ലെങ്കിൽ അത്രയും ബോൾഡായ ഒരു ലേഡിയാണ്. അതുകൊണ്ട് തന്നെ അവരെ പലർക്കും ഇഷ്ടമല്ല. അവർ അഹങ്കാരിയാണ്. അവർ വളരെയധികം ടോക്സിക്കായ രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നു, ടോക്സിക്കായ രീതിയിൽ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നതൊക്കെ അവരുടെ ഗെയിമിനെ അല്ലെങ്കിൽ അവരുടെ വോട്ടിനെ ബാധിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. എന്തായാലും ഷാരിക KBന് കുറച്ചധികം ദിവസങ്ങൾ കൂടി ബിഗ് ബോസ് വീട്ടിൽ നിൽക്കേണ്ടിയിരുന്നു. കാരണം അതിന് 100% കേപ്പബിലിറ്റി ഉള്ള ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു. ഈ ഒരു 3-ാമത്തെ ആഴ്ചയിൽ ഒരിക്കലും ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെടേണ്ട ഒരു വ്യക്തിയല്ല. ചില സമയത്ത് ചില കുത്തിത്തിരിപ്പുകളും ചില ഡബിൾ സ്റ്റാൻഡ് കളിയും അത്തരത്തിലുള്ള നെഗറ്റീവ് സൈഡ്സ് എല്ലാം ഒഴിച്ചാൽ എന്തുകൊണ്ടും നല്ലൊരു ബിഗ് ബോസ് മെറ്റീരിയൽ തന്നെയായിരുന്നു ഷാരിക KB. അവിടെ ഇപ്പോഴും നിൽക്കുന്ന ചില സേഫ് ഗെയിമേഴ്സായ വാഴകളുണ്ട്. റെന ഫാത്തിമ, രേണു സുധി, ശൈത്യ തുടങ്ങിയവരൊക്കെ. ശൈത്യ എന്ന കണ്ടസ്റ്റൻ്റ് എന്താണ് എന്നുള്ളത് ഇന്നലെ നമ്മൾ വ്യക്തമായി കണ്ടതാണല്ലേ. അപ്പോൾ ഇവരെയൊക്കെ അവിടെ പിടിച്ച് നിർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ ഇവരൊക്കെ അവിടെ നിന്ന് ഷാരിക KB പോലെ വായ തുറന്ന് സംസാരിക്കുന്ന, നിലപാടുകൾ വ്യക്തമാക്കുന്ന കണ്ടസ്റ്റൻസൊക്കെ പോകുമ്പോൾ തീർച്ചയായും നമുക്കതൊരു അൺഫെയർ എവിക്ഷനായി ഫീൽ ചെയ്യാം. അതുകൊണ്ട് തന്നെയാണ് ഞാനിതൊരു അൺഫെയർ എവിക്ഷനാണ് എന്നെനിക്ക് തോന്നിയെന്ന് വ്യക്തമാക്കിയതും. എന്തായാലും ഷാരിക KB പുറത്തിറങ്ങി തൻ്റെ ഹോട്ട് സീറ്റ് എന്ന ഒരു ഔദ്യോഗിക പദവിയിലേക്ക് ഷാരിക വീണ്ടും തിരിച്ചെത്തുകയാണ്. എന്തായാലും ഒരുപാട് അവസരങ്ങൾ ഉണ്ടാവട്ടെ, ലൈഫിൽ എല്ലാവിധ സക്സസ്സും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. സോ പ്രേക്ഷകർക്ക് എന്താണ് ഷാരിക KB എവിക്റ്റ് ആയതിനെ കുറിച്ച് പറയാനുള്ളത്? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക.